ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് പുതുതായിട്ട് ആമസോണിൽ നിന്നുള്ള സാധനങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ആമസോണിൽ ഇപ്പോൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ 13-ാം തീയതി മുതൽ 17-ാം തീയതി വരെ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് 50 മുതൽ 80% വരെ ഓഫ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ പ്രൈം മെമ്പേഴ്സ് ആണെങ്കിൽ 10% എക്സ്ട്രാ ക്യാഷ് ബാക്ക് കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് മേടിച്ചിട്ടുള്ളത് ഈ ഒരു ഷാമ്പു ആണ്. ഇത് ലോറിയലിൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ നോർമൽ ഷോപ്പിലൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും. നല്ല ഷാമ്പു ആണ്. ലോറിയൽ പ്രൊഫഷണൽ പാരീസ് ആബ്സലൂട്ട് റിപ്പയർ 14+ omega-9 വരുന്ന ഷാംപൂയിങ് പ്രൊഫഷണൽ ഷാമ്പു ആണ് സംഭവം. നോർമലി എനിക്ക് ഈ ലോറിയലിന്റെ ഈ ഒരു ഷാമ്പു അല്ലെങ്കിൽ കണ്ടീഷണർ അവരുടെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, ഈ ഒരു ഹെയർ മാസ്ക് ഒക്കെ ഉണ്ടല്ലോ, ഈ ഒരു ഹെയർ മാസ്ക് തീർന്നു കേട്ടോ. ഈ ഷാമ്പു ഞാനിപ്പോൾ ഒരു തവണയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഹെയർ ഭയങ്കരമായിട്ട് ഫ്രിസി ആക്കുന്നില്ല. നമുക്കൊരു എന്താ പറയുക, ഭയങ്കര മൈൽഡാന്നും പറയാൻ വേണ്ടി പറ്റില്ല കേട്ടോ. പക്ഷേ ഹെയർ നല്ല മാനേജബിൾ ആയിട്ട് നല്ല ഭംഗി കിടക്കുന്നുണ്ട്. അതിനായിട്ട് ഈ ഒരു ഷാമ്പു എനിക്ക് വളരെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് എനിക്ക് അവരുടെ ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആയിരുന്നു ഈ ഒരു സംഭവം. ഇതിൽ കുറച്ച് യൂസ് ചെയ്തിട്ട് അലമ്പായിട്ടുണ്ട്. ഇത് അവരുടെ തന്നെ ഒരു കണ്ടീഷണറാണ് കേട്ടോ. പ്രോട്ടീനൊക്കെ വരുന്ന നല്ലൊരു കണ്ടീഷണർ ഹെയർ മാസ്ക് ആണ്. ഞാൻ ഹെയർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത സമയത്ത് അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് പാർലറിൽ നിന്നാണെങ്കിലും അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടെയാണ് ഈ ഒരു പാർലർ കേട്ടോ. നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഈ ലോറിയലിന്റെ ഇത് കണ്ടോ കഴിഞ്ഞിട്ടുണ്ട്. ഇത് മുൻപ് കാണിച്ചിട്ടുണ്ട് തോന്നുന്നു. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെയറിൽ ഇത് ഇടുന്ന സമയത്ത് വേറെ ഷാമ്പൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യില്ല. ജസ്റ്റ് ഈ ഒരു ഹെയർ മാസ്ക് കംപ്ലീറ്റ് ഹെയറിൽ അപ്ലൈ ചെയ്ത് നോക്കും. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് പിന്നെ അത് ഒന്ന് വാഷ് ചെയ്ത് കളയാം കേട്ടോ ചെയ്യുക. അപ്പം പിന്നെ വേറെ എക്സ്ട്രാ കണ്ടീഷണർ കാര്യമൊന്നുമില്ല. ഹെയർ നല്ല ആ ഒരു ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും. പക്ഷെ ഭയങ്കര ഫ്രിസി ആവാണ്ട് ഹെയർ നല്ല മാനേജബിളായിട്ട് കിടക്കും കേട്ടോ. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള സംഭവം തന്നെയാണ് ഈ ഒരു ലോറിയലിന്റെ ഈ ഒരു ഷാമ്പും അതേപോലെ തന്നെ ഈ ഒരു ഹെയർ മാസ്ക് കൂട്ടോ നല്ലതാണ്. നമുക്ക് വേണമെന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അടുത്തത് മേടിച്ചിട്ടുള്ളത് വേറൊരു ഷാമ്പു ഓൾഡിനകത്ത് ഉണ്ടായിരുന്നതാണ്. ഇത് നമ്മുടെ വിഷ് കെയറിന്റെ മൾട്ടി പെപ്റ്റൈഡ് ആന്റി ഹെയർ ഫാൾ ഷാമ്പു. ഇതൊക്കെ ആമസോണിൽ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് സൾഫേറ്റ് ആൻഡ് പാരബൻ ഫ്രീ ആണ്. കുറച്ചും കൂടെ നമ്മൾ ഭയങ്കര സേഫ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു വിഷ് കെയറിന്റെ ഈ ഒരു ഷാമ്പു നല്ലതാണ് കേട്ടോ. ഇതിൽ റോസ്മേരി അതേപോലെ തന്നെ കഫെയിൻ, റൈസ് വാട്ടർ, അതേപോലെ തന്നെ ഹൈലറോണിക് ആസിഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ഹെയർ ഹെയർ റൂട്ടിനെ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടി, അതേപോലെ തന്നെ ഹൈഡ്രേറ്റ് സ്കാൽപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭയങ്കര മുടി ഉണ്ടാവാനല്ല, എനിക്ക് മുടി ഉണ്ടാവാനൊന്നുമില്ല, നമുക്ക് ആ ഒരു ഹെയർ ഫാളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ഭയങ്കര കെമിക്കലിലാണ്ട് ഹെയറിൽ ആ ഒരു ഓയിലൊക്കെ കളയാനായിട്ട് ഈ ഒരു ഷാമ്പു നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞില്ല, ഈ ഒരു വിഷ് കെയർ ആയതുകൊണ്ട് കുറച്ചും കൂടെ നല്ലതാണ്. എന്താ വെച്ചാൽ കൂടുതൽ കെമിക്കൽസും കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് ഈ ഒരു ഷാമ്പു നല്ലതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നല്ലൊരു ഷാമ്പു തന്നെയാണ് ഈ ഒരു വിഷ് കെയറിൻ്റെ. പിന്നെ ഞാൻ വിഷ് കെയറിൻ്റെ തന്നെ ഒരു ഹെയർ സെറം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മിനിമലിസ്റ്റിൻ്റെ ഒരു ഹെയർ സെറം കുറേ മുൻപ് യൂസ് ചെയ്തിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടായിരുന്നു. വളരെ നല്ലതാണ്. ഹെയർ ഫാൾ കുറയ്ക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ഒരു 5-8 കുപ്പിയെങ്കിലും ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹെയർ ഫാൾ ഉള്ളവർക്ക് മിനിമലിസ്റ്റിൻ്റെ ഒരു ഹെയർ സെറം ഉണ്ട്. അത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. എനിക്ക് എടുത്തിട്ടില്ല. അപ്പം ഞാൻ അതൊന്നും കുറേ അത് യൂസ് ചെയ്തില്ല. അപ്പം ഇതിനെ പറ്റി നല്ല അഭിപ്രായം കണ്ടിട്ടൊന്ന് മേടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ കുറച്ച് ദിവസം അതിൻ്റെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ഞാൻ കുറച്ചധികം യൂസ് ചെയ്തിട്ട് പറയട്ടെ. കാരണം മറ്റേ എനിക്കിങ്ങനെ ധൈര്യമായിട്ട് പറയാം. കാരണം 8 കുപ്പിയൊക്കെ മേടിച്ചിട്ട് തോന്നുന്നുണ്ട്. അത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് നന്നായിട്ട് എഫക്റ്റീവായിട്ട് തോന്നിയതുകൊണ്ട് ആ ഒരു പ്രൊഡക്റ്റ് ധൈര്യമായിട്ട് എനിക്ക് പറയാം. നല്ലാണ്ട് ഹെയർ ഫാൾ കുറയ്ക്കാനായിട്ടൊക്കെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് കുറച്ചധികം യൂസ് ചെയ്യട്ടോ. ഇപ്പോൾ ഒരു ബോട്ടിൽ ഞാൻ മേടിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു പകുതിയൊക്കെ മുക്കാലൊക്കെ ആയിട്ടേ ഉള്ളൂ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പം ഇത് ഞാൻ പറയാം കേട്ടോ. മിനിമലിസ്റ്റിൻ്റെ ആവുമ്പോൾ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു എണ്ണമയം പോലെ തോന്നിട്ടോ. എല്ലാം കൂടെ ഭയങ്കര ഒച്ചപ്പെടാനുള്ള എണ്ണമയം ഉണ്ട്. പക്ഷെ ഇത് നമുക്ക് അത്ര ഓയിലി ആയിട്ട് തോന്നില്ല. മറ്റേത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ സമയത്തേക്ക് മുടി ഒട്ടിയ പോലെ ഇരിക്കും. പക്ഷെ ഇത് അത്ര അങ്ങനെ ഒട്ടിയ പോലെ തോന്നില്ല കേട്ടോ. പിന്നെ അടുത്തത് ഈ ബെയർ അനാട്ടമീൻ്റെ ഇത് ഞാൻ യൂസ് ചെയ്ത് തീർന്നതാണ്. ഇത് നല്ലൊരു ഹെയർ മാസ്ക് തന്നെയാണ്. ഇത് ആന്റി ഹെയർ ഫാൾ ഹെയർ മാസ്ക് ആണ്. 595 രൂപ ഓഫറിന് കിട്ടും കേട്ടോ. ഇത് അതന്നെ പറഞ്ഞ ഹെയർ ഫാൾ റെഡ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ളതാണ്. ഇത് ഞാൻ മെയിനായിട്ടും ഹെയർ മാസ്കുകളൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് മുടി നന്നായിട്ട് മാനേജബിൾ ആയിട്ട് കിടക്കണം, ഒക്കെ ഒന്ന് എന്താ പറയുക സ്കാൽപ്പൊക്കെ ക്ലീൻ ആവണമെന്ന് ഞാൻ ഉദ്ദേശിക്കാറുള്ളൂ കേട്ടോ. ഹെയർ സെറൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇത് നല്ല ഹെയർ മാസ്ക് നല്ല നോക്കുകയാണെങ്കിൽ ബെയർ അനാട്ടമിൻ്റെ നല്ലതാണ് കേട്ടോ. ഇത് എന്താ പറയുക 5x ഹെയർ ഫാൾ കൺട്രോൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതാ ഇതിലും ഈ ഒരു പ്രൊഡക്റ്റ് കുറച്ചും കൂടെ ബാക്കിയുള്ളൂ. സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രാഗ്രൻസ് ഫ്രീ അല്ല. അപ്പം ഇതും നല്ലൊരു ഹെയർ മാസ്ക് തന്നെയാണ്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ പുതുതായിട്ട് മേടിച്ചിട്ടുള്ളതാണ് അനാട്ടമിൻ്റെ ഈ ഒരു അൾട്രാ സ്മൂത്തിങ് ഹെയർ മാസ്ക് ആണ്. ഇത് ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ടും മാനേജബിൾ ആയിട്ട് കിടക്കാനായിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ. ഇത് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. ഒരു തവണ ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ.
അപ്പം ഇത് ഹെയർ നല്ല സ്മൂത്തായി കിടക്കാൻ, ഇത് കുറച്ചും കൂടെ ഹെയർ ഫാൾ ഉള്ളവർക്കാണെങ്കിൽ ഇത് ട്രൈ ആവുന്നതാണ്. അപ്പം ഇതാണ് 2 ഹെയർ മാസ്കുകൾ. പിന്നെ എന്താ കാണിക്കാനുള്ളത്, പിന്നെ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതാ ഈ ഒരു സ്ട്രീക്സിൻ്റെ നമ്മുടെ ഹെയർ സെറം എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, പക്ഷെ ഹെയർ ഷൈനി ആയിട്ടും അതേപോലെ തന്നെ ഈ ചവറാന്നൊക്കെ പൊന്തിരിക്കില്ല. നമ്മൾ ഷാമ്പൂ ഒക്കെ ഇടുന്ന ഇപ്പം ഞാൻ ആ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ആക്കിയത് കൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊന്തിരിക്കില്ല. അല്ലെങ്കിൽ ഈ ഒരു ഷാമ്പൂ ഒക്കെ ഇട്ടുമ്പോഴത്തേക്കും മുടി ഇങ്ങനെ ചകിരി പോലെ പറപറാന്നിരിക്കും. അപ്പോൾ ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കാനായിട്ട് ഈ ഒരു സെറം നല്ല തന്നെയാണ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ടൗണുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്തൊക്കെ വേണ്ടി മറക്കണ്ട. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരുന്ന ദിവസങ്ങൾ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.